ഈ വിക്ടോറിയ കോളേജ് കൗണ്ടിംഗ് സെന്ററിൽ നിന്ന് അരുൺ ആരത്തൂർ ചേരുന്നുണ്ട്. അരുണിലേക്ക് പോകാം. അരുൺ, ഈ കണക്കുകളാണ് ഇന്ന് മുതൽ അങ്ങോട്ട് ചർച്ച ചെയ്യപ്പെടുക എന്നുള്ളതുകൊണ്ടും കണക്കുകളാണ് പ്രധാനം എന്നുള്ളതും നമുക്കറിയാം. അതിലേക്ക് വരുന്നതിന് മുമ്പ് പക്ഷേ അറിയേണ്ടത്, അരുൺ നിൽക്കുന്ന സ്ഥലം അവിടെ ആയതുകൊണ്ട് ചോദിക്കുകയാണ്, സ്ട്രോങ് റൂം തുറക്കുന്നത് എപ്പോൾ തപാൽ വോട്ടുകൾക്ക് ശേഷം ആദ്യം എണ്ണി തുടങ്ങുന്നത് എവിടെയാണ്, എത്ര റൗണ്ട് വോട്ടെണ്ണൽ ഉണ്ടാകും, ആദ്യ ഫലസൂചന, കൃത്യമായൊരു സൂചന വരാനുള്ള സാധ്യത എപ്പോഴത്തേക്കെന്ന് വിലയിരുത്തലുകൾ? വീണ, കൃത്യം 7:30 തന്നെ സ്ട്രോങ് റൂം തുറക്കും എന്നുള്ളതാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം കൃത്യം ഒരു 8 മണിയോടുകൂടെ തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. തപാൽ വോട്ടുകൾ ആദ്യം എണ്ണും, അതിനുശേഷമായിരിക്കും മറ്റ് വോട്ടുകൾ എണ്ണുക. ഏതായാലും 14 റൗണ്ടുകളാണ് ഇത്തവണ ഉള്ളത്. കഴിഞ്ഞ തവണ, അതായത് 2021-ൽ 20 റൗണ്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇത്തവണ 14 റൗണ്ടാണ് ഉള്ളത്. ഈ 14 റൗണ്ടിൽ നമുക്ക് ആദ്യ ഫലസൂചനകൾ ഏതായാലും ഒരു 10 മണിയോടുകൂടെ തന്നെ നമുക്ക് ഒരു ഏകദേശ ചിത്രത്തിലേക്ക് കടക്കാൻ കഴിയുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യം ലീഡും മറ്റുമുള്ള ഒക്കെ നമുക്കൊരു 8:15 തന്നെ ആദ്യത്തെ ഈ ലീഡ് അറിയാൻ കഴിയും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ വിക്ടോറിയ കോളേജിൽ ഈ വോട്ടെണ്ണലിനുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അവരുടെ ഈ കോളേജിനകത്തേക്ക് പ്രവേശിക്കുകയും ഓരോരുത്തർക്കും ഓരോ കൗണ്ടറുകളിലാണ് ഈ മെഷീനുകളും മറ്റും ഉള്ളത്. ആ ഒരു 18 കൗണ്ടറുകളുണ്ട്. ആ 18 കൗണ്ടറുകളിൽ നിന്നായിട്ട് മെഷീനുകളും മറ്റ് വിവിപാറ്റ് ഉൾപ്പെടെയുള്ളതെല്ലാം കൈമാറുന്ന നടപടികൾ ഏതായാലും ഒരു അല്പസമയത്തിനകം 7:30 സ്ട്രോങ് റൂം തുറന്നു കഴിഞ്ഞാൽ പിന്നെ അത്തരം പ്രവർത്തനങ്ങളിലേക്ക് കടക്കും എന്നുള്ളതാണ്. നേരത്തെ കണക്കുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ കഴിഞ്ഞ തവണ 20 റൗണ്ടായിരുന്നു ഉണ്ടായിരുന്നത്. ആ 20 റൗണ്ടിൽ നമുക്ക് ആദ്യത്തെ ഒരു 16 റൗണ്ട് വരെയും മെട്രോമാൻ ഇ ശ്രീധരൻ കഴിഞ്ഞ തവണ മുന്നിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. പക്ഷേ 16ാമത്തെ റൗണ്ടിലാണ് ഷാഫി പറമ്പിൽ മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 973 വോട്ടുകൾക്കായിരുന്നു അപ്പോൾ ഷാഫി പറമ്പിൽ മുന്നിട്ട് നിന്നത്. പിന്നീട് ഷാഫി 3859 എന്ന ഒരു നിസാര വോട്ടുകൾക്ക് വിജയിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു കഴിഞ്ഞ തവണ 2021-ൽ നമുക്ക് കാണാൻ സാധിച്ചത്. പക്ഷേ കഴിഞ്ഞ തവണത്തെ ട്രെൻഡ് അല്ല ഇത്തവണ എന്നുള്ളത് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ. ഇത്തവണത്തെ മത്സരം എന്നുള്ളത് കനത്ത പോരാട്ടമായിരുന്നു. ഇത്തവണ കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയാണ് നിർത്തിയിരുന്നത്. പക്ഷേ ഇത്തവണ കുറച്ചുകൂടി നല്ലൊരു സ്ഥാനാർത്ഥിയാണ് ഇടതുപക്ഷം നിർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ കൃത്യമായി ഇടതുപക്ഷത്തിൻ്റെ പെട്ടിയിൽ വീഴുകയാണെങ്കിൽ BJPക്ക് വിജയ സാധ്യത വലിയ രീതിയിൽ ഉണ്ട് എന്നുള്ളൊരു പ്രതീക്ഷയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഏതായാലും ഈ നഗരസഭാ പരിധിയിലെ വോട്ട് എണ്ണുമ്പോഴേക്കും ഏകദേശം ഒരു 8000 മുതൽ 10,000 വോട്ടുകളുടെ ലീഡ് പിടിക്കാനാവും എന്നുള്ളതാണ് BJP ഇപ്പോൾ കണക്കുകൂട്ടുന്നത്. കൃത്യമായി നോക്കിയാൽ അരുൺ, ആകെ പോൾ ചെയ്ത് 1,37,302 വോട്ടുകളാണ്. അതിൽ തന്നെ 75,884 പേരാണ് ഈ പാലക്കാട് നഗരസഭയിൽ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഈ ശ്രീധരൻ്റെ ആകെ വോട്ടുകൾ 50,220 ആയിരുന്നു. അപ്പോൾ ആദ്യം ഈ 1,37,000 വോട്ടുകൾ ആകെ പോൾ ചെയ്തതിൽ നേരത്തെ ഉള്ള ഈ 50,000 വോട്ടുകൾ വീണാൽ പോലും ജയം ഉറപ്പ് എന്ന സാധ്യതയാണ്. മാത്രമല്ല നഗരസഭാ പരിധിയിൽ കഴിഞ്ഞ തവണ BJP 34,144 വോട്ടുകൾ നേടുകയും ചെയ്തു. അപ്പോൾ ഈ ആദ്യ റൗണ്ട് പാലക്കാട് നഗരസഭയിലെ ഈ 75,000-ഓളം വരുന്ന വോട്ടുകൾ എണ്ണിക്കഴിയുമ്പോൾ തന്നെ വ്യക്തമായ ഒരു സൂചന ലഭിക്കും അല്ലേ അരുൺ? തീർച്ചയായും നഗരസഭയിൽ കഴിഞ്ഞ തവണത്തെ ഈ കണക്ക് പരിശോധിക്കുമ്പോൾ 34,144 വോട്ടുകളായിരുന്നു നഗരസഭയിൽ നിന്ന് NDAക്ക് ലഭിച്ചത്, BJPക്ക് ലഭിച്ചത്. അതേസമയം തന്നെ 27,905 വോട്ടുകളായിരുന്നു UDFന് നഗരസഭയിൽ നിന്നും ലഭിച്ചത്. ഏതായാലും ഇത്തവണത്തെ ഈ ഒരു കണക്ക് പ്രകാരം ഈ BJPയുടെ പ്രതീക്ഷ ഒരു 8,000 മുതൽ 10,000 വോട്ട് വരെ നഗരസഭാ പരിധിയിൽ നിന്ന് ലീഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ പിന്നീട് ഈ നഗരസഭ കഴിഞ്ഞാൽ പിന്നീട് അടുത്തതായിട്ട് കടക്കുന്ന പിരായിരി പഞ്ചായത്ത് UDFൻ്റെ ശക്തി കേന്ദ്രമാണ്. പക്ഷേ ഈ പിരായിരി പഞ്ചായത്തിൽ ഇത്തവണ പോളിംഗിൽ വലിയ കുറവ് ഉണ്ടായിട്ടുണ്ട്. അത് ഒരു 70% മാത്രമാണ് പിരായിരിയിൽ പോളിംഗ് ഉണ്ടായിട്ടുള്ളത്. നഗരസഭാ പരിധിയിൽ പരിശോധിക്കുമ്പോൾ നഗരസഭയിൽ പോളിംഗ് ശതമാനം അല്പം ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഈ നഗരസഭയിലെ പോളിംഗ് ഉയർന്നത് ഏതായാലും ഈ വോട്ട് എണ്ണുമ്പോഴും അത് കൃത്യമായി തന്നെ പ്രകടമാവും എന്നുള്ളതാണ് BJP ക്യാമ്പുകളിലെ പ്രതീക്ഷ. ഒപ്പം തന്നെ ഈ പിരായിരി പഞ്ചായത്തിൽ പോളിംഗ് ശതമാനം നന്നേ
കുറവായിരുന്നു. മാത്രമല്ല ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു ഏകീകരണം കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇത്തവണ അത് ഉണ്ടാവാനുള്ള സാധ്യത BJP തള്ളിക്കളയുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകളിൽ ഒരു വിള്ളൽ ഇത്തവണ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത് സ്വാഭാവികമായിട്ടും BJPക്ക് ഗുണം ചെയ്യും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. പിരായിരി പഞ്ചായത്തിൽ സാധാരണ കഴിഞ്ഞ തവണത്തെ വോട്ട് ഓരോ കക്ഷികളും നേടിയ വോട്ട് നില പരിശോധിക്കുമ്പോൾ അവിടെ എല്ലാ പാർട്ടികൾക്കും ഒരു 6000 വോട്ട് വീതമാണ് ലഭിച്ചിട്ടുള്ളത്. അതായത് മുസ്ലിം ലീഗിന് ഒരു 6000-ഓളം വോട്ടുകളും അതുപോലെ തന്നെ കോൺഗ്രസ് ഞാൻ തിരിച്ചു വരാം.